കാമുകനും കാമുകിയും ചേർന്ന് നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചിട്ടു. ഇപ്പോൾ കിട്ടിയ ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതിന് മുമ്പൊന്ന് പറഞ്ഞോട്ടെ, സാക്ഷരത കേരളം എന്ന് പറയുന്നത് ആ മുതൽ അമ്മരെയും അക്ഷരമാലകളും എഴുത്തും വായനയും പഠിപ്പിച്ചാൽ മാത്രം പോരാ. പല അറിവുകളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിൻ്റെ നേർസാക്ഷികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ കേരളം, സാക്ഷരത കേരളം, നമ്പർ 1 കേരളം. പറഞ്ഞതും കേട്ടതും മടുത്തിരിക്കുകയാണ് ജനം. ഓരോന്നോരോന്നായിട്ട് സത്യം പറഞ്ഞാൽ രാവിലെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നിരവധി വാർത്തകളാണ്. ചിന്തിക്കാത്തതുമായിട്ടുള്ള, അതായത് നമ്മളെ ഞെട്ടിക്കുന്നതുമായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കാമുകനും കാമുകയും ചേർന്ന് 2 നവജാത ശിശുക്കളെയാണ് കൊന്നു കുഴിച്ചിട്ടിരിക്കുന്നത്. ആദ്യത്തെ കുഞ്ഞ് 2021 നവംബർ 6-നാണ് ആ കുഞ്ഞ് ജനിച്ചത്. അത് ഈ പറഞ്ഞ കാമുകിയുടെ അനിത എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ശുചിമുറിയിലാണ് പ്രസവിച്ചതും അതിനെ കുഴിച്ചിട്ടതും ഈ കാമുകി തന്നെയാണ്. രണ്ടാമത്തെ പ്രസവം നടന്നിരിക്കുന്നത് 2024 ഏപ്രിൽ 29-നാണ് രണ്ടാമത്തെ പ്രസവം നടന്നിരിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ വീട്ടിലാണ് പ്രസവിച്ചത്. അതും ഈ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള രീതിയിൽ കുഴിച്ചിടുകയാണ് ചെയ്തത്. ഈ 2 കുഞ്ഞുങ്ങളുടെയും അസ്ഥി എടുത്തതിന് ശേഷം, അതും ഈ യുവതി തന്നെ എടുത്തതിന് ശേഷം കാമുകനെ ഏൽപ്പിക്കുകയായിരുന്നു. ദോഷങ്ങൾ മാറ്റാൻ, ഇത് ഹിന്ദു ആചാരപ്രകാരമൊക്കെ അസ്ഥി നിമജ്ജനം ചെയ്യുക എന്നൊക്കെ പറയില്ല. അപ്പോൾ അത്തരത്തിലുള്ള എന്തോ ദോഷങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന ക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തതെന്നും പറയുന്നുണ്ട്. യുവാവാണ് ഈ 2 അസ്ഥികളുമായിട്ട്, യുവാവിനെ ഏൽപ്പിച്ച 2 അസ്ഥികളുമായിട്ട് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ തൃശ്ശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അപ്പോൾ പറഞ്ഞത്, ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, കാമുകി എന്നിൽ നിന്നും അകലുന്നു, ഇനി എന്നെയും കൊല്ലാൻ സാധ്യതയുണ്ട്, കുഞ്ഞുങ്ങൾ പക്ഷെ സ്വാഭാവിക മരണമാണെന്നും പറയുന്നു. പക്ഷെ അതിലൊക്കെ വളരെ അവ്യക്തതയാണ് പോലീസിന് വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസ് പോലും ഞെട്ടി. കാരണം 2 കുഞ്ഞു നവജാത ശിശുക്കളുടെ അസ്ഥിയുമായി ഒരു ബാഗിൽ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും. ഇതെന്താണ് ഈ കേരളം ഇങ്ങോട്ട്? കാമുകനും കാമുകിയാണ്, എത്രയോ വർഷത്തെ പ്രണയമാണ് അവർക്ക്, അതിൽ നിന്ന് ഉണ്ടായി എന്തായാലും പ്രസവിച്ചു. ഇത് വേണ്ടെങ്കിൽ അതിന് മുമ്പേ എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. പ്രസവിച്ച കുഞ്ഞിനെ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ 2 കുഞ്ഞുങ്ങളും അങ്ങനെ മരണപ്പെടണം എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവിക മരണമായിരിക്കില്ല. അതിൽ വളരെയധികം ദുരൂഹത ബാക്കി നിൽക്കുകയാണ്. ആ ദുരൂഹതയാണ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. കാരണം ഇനി അത് കണ്ടെത്താനും പ്രയാസമായിരിക്കും. കാരണം 2021-ലാണ് ഇത്തരത്തിൽ ആദ്യത്തെ കുഞ്ഞ് മരിച്ചു പോയത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അസ്ഥി മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെയാണ് കണ്ടെത്താൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടിലായിരിക്കും. കാരണം അത് വെച്ചുകൊണ്ട് നമുക്കിത് സ്വാഭാവിക മരണമാണോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ കുട്ടിയുടെ കാര്യത്തിൽ അതുപോലെയാണ്. 2024-ലാണ്. 1 മാസമോ 2 മാസമോ ഒക്കെ പഴകിയ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കത് കണ്ടെത്താൻ, ഫോറൻസിക് വിഭാഗത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ പറ്റുമായിരുന്നു. പക്ഷേ ഇനി ചോദ്യം ചെയ്യലിലൂടെയൊക്കെ മാത്രമേ ഇത് പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. എന്തായാലും അത് എത്രയും വേഗം നടത്തണം. കാരണം ഒരു അമ്മ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അച്ഛൻ എന്ന് പറയുമ്പോഴും ഇപ്പം ആ യുവതിയെ തന്നെ കുറ്റം പറയും. ഇതിലെന്തോ നടന്നു, ഒന്നുകിൽ 2 പേരും കൂടെ ചേർന്ന്, ഈ കാമുകനും കാമുകിയും കൂടെ ചേർന്നുള്ള രീതിയിലാണ് ഇവർ കല്യാണം കഴിച്ചിട്ട് അവിവാഹിതരാണ്, ഒരുമിച്ചല്ലായിരിക്കാൻ താമസിക്കുന്നത്. എന്താണെന്നുള്ളതൊന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നില്ല. ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ ചുറ്റുമുള്ളവർ ഇതറിയത്തില്ലേ? ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ, ചുറ്റുമുള്ളവർ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അപ്പോൾ ചുറ്റുമുള്ളവരെ അറിയാം, അയൽവാസികൾ അറിയും, ഇവർ പുറത്ത് പോകാതിരിക്കുകയാണ്, ഇതൊക്കെ അറിയും. പക്ഷേ നമുക്കറിയാം ഇന്ന് ആരോഗ്യ മേഖലയിൽ ഓരോ വീടുകളിലും പഞ്ചായത്തിൽ എത്ര പേര് താമസിക്കുന്നുണ്ട്, അവരെവിടെ നിന്നൊക്കെ വന്നെയാണ്, ഗർഭിണിയാണോ അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാൻ ആശാപ്രവർത്തകരൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിലെന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആശാപ്രവർത്തകരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കാതെ ഇപ്പം അവർ സെക്രട്ടേറിയറ്റിലാണ്. മാത്രമല്ല അതവിടെ നിൽക്കട്ടെ, പക്ഷേ ഈ ആശാപ്രവർത്തകർ കൃത്യമായി അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം എൻ്റെ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, അവർ കൃത്യമായി, കാരണം ഓരോ വീടുകളിലൊക്കെ അന്വേഷിക്കും, അംഗനവാടി ടീച്ചേഴ്സ് അവരന്വേഷിക്കും, കൗൺസിലേഴ്സ്, ചുറ്റുമുള്ള ആൾക്കാർ. അപ്പോൾ ഇവരൊന്നും അറിയാണ്ട് എങ്ങനെ ഈ സ്ത്രീ 2 പ്രസവം ഒരു വീട്ടിനകത്ത് ആരും അറിയാണ്ട് എടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, ഇത് മറവ് ചെയ്യുക, അപ്പം ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു സ്ത്രീക്ക് മാത്രം പ്രസവ ശേഷം ഒരു കുട്ടിയെ എടുത്ത് ഒന്ന് കുഴിച്ച് മൂടാനൊന്നും സാധ്യമല്ല. അപ്പം അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് എന്നുള്ളത്
നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നത്, ഇവർക്ക് ചില എന്താ ആഭിചാര കർമ്മങ്ങളോ മറ്റെന്തൊക്കെയോ ഉണ്ട്, ഇവർ എന്നെ കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭർത്താവ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ്? ഇവർ കുറച്ച് നാളുകളായിട്ട് ഇയാളിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പം കൃത്യമായുള്ള വിവരങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത് എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്കെന്നുള്ളതാണ് ചൂണ്ടേണ്ടതിരിക്കുന്നത്. കാരണം നമ്മുടെ ചുറ്റുപാടും ഇപ്പോൾ ആർക്കും ആരെയും നോക്കാൻ സമയമില്ല എന്നുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസി പോലും ആരാണെന്ന് നമുക്കറിയാൻ പറ്റാത്ത രീതിയിൽ നഗരവൽക്കരണമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ പോലും ചുറ്റും പണ്ട് കാലങ്ങളിലൊക്കെ തൊട്ട അയൽവക്കത്തെ വീട്ടിൽ ഒരു വഴക്കുണ്ടായാൽ നമ്മളൊന്ന് ചെന്ന് ചോദിക്കും, അല്ലെ ആശ്വസിപ്പിക്കേണ്ടതെയാണെങ്കിൽ ആശ്വസിപ്പിക്കും. അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒത്തൊരുമിച്ച് ഒരു നാടിൻ്റെ പ്രശ്നമായിട്ടൊക്കെ മാറും. അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ മലയാളികൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭവിഷ്യത്താണ്, ബന്ധങ്ങളില്ലാത്ത അല്ലെങ്കിൽ സൗഹൃദങ്ങളില്ലാത്തതിൻ്റെയൊക്കെ ഭവിഷ്യത്തുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കെന്തുമാകാം എന്നുള്ള, എൻ്റെ വീട്ടിൽ എനിക്കെന്തുമാകാം എന്നുള്ള ഒരു ചിന്തയാണ് മനുഷ്യനെ ഇത്തരത്തിലുള്ള ക്രൂര കൃത്യങ്ങളിലോട്ട് നയിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുക, ഒരു സമൂഹ ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. പണ്ട് കാലം മുതലേ ഒരു സമൂഹ ജീവിയാണ്. ആ സമൂഹ ജീവി ഒരു പക്ഷെ നമ്മളുടെ തെറ്റുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കും, അല്ലെങ്കിൽ ആൾക്കാർ ചൂണ്ടാനുണ്ട്, ചോദിക്കാനുണ്ട് എന്നുള്ളൊരു ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? അപ്പം ഇത്തരത്തിൽ ഞാൻ പറഞ്ഞു വന്നതുപോലെ അന്നൊക്കെ ഇത്തരത്തിൽ കുട്ടികളുടെ കാര്യത്തിലും അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ചുറ്റുമുള്ളവർ ഇടപെടുവായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ പോലും മടിക്കുന്ന ഒരു കാലം. അയൽ വീട്ടിൽ എന്ത് നടന്നാലും ചിലപ്പോൾ കൊലപാതകം കഴിഞ്ഞ് ഈ പറഞ്ഞോണം പോലീസൊക്കെ എത്തുമ്പോഴായിരിക്കും ചുറ്റുമുള്ളവർ അറിയുന്നത്, അയ്യോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന്. തീ പിടിച്ചാൽ പോലും ആരും, വിളിച്ചു കൂവിയാൽ പോലും ആരും മൈൻഡ് ചെയ്യാത്ത, ആർക്കും ഇടപെടാൻ വയ്യ. അത്തരത്തിൽ മനുഷ്യൻ തമ്മിലുള്ള ബന്ധങ്ങൾ അകന്നുകൊണ്ടിരിക്കുക. അത് പാടില്ല. നമ്മൾ സാക്ഷരത കേരളം എന്ന് പറയുമ്പോൾ നമ്മളൊരു സമൂഹ ജീവിയാണെന്നുണ്ട്. തൊട്ടടുത്ത് വിഷയങ്ങൾ, തൊട്ടടുത്ത അയൽക്കാരിലേക്ക് മറ്റേ അയൽവാസി ദരിദ്രവാസി എന്ന് പറയുന്നത് പോലെ അത് ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. അയൽവാസിയായ ആ ഒരു വ്യക്തി തൊട്ടടുത്ത വീട്ടിലെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്. ഒരുപക്ഷെ ബെഡ്റൂമിലേക്കൊന്നും ഒളിഞ്ഞു നോക്കിയില്ലെങ്കിലും അയൽ വീട്ടിലേക്ക് കണ്ണുകളുള്ളത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. അങ്ങനെ ഇല്ലാത്തതിൻ്റെ ഫലമായിരിക്കും നമ്മുടെ തൊട്ടടുത്തൊക്കെ ആരൊക്കെ താമസിക്കുന്നതെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഇതിപ്പോൾ 2 പ്രസവങ്ങളാണ് നടന്നിട്ട് 2 കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ കുഴിച്ചുമൂടുകയാണ്. സ്വാഭാവിക മരണം എന്ന് പറയുന്നതിൽ അവിടെ വളരെ മിസ്റ്റേക്ക് വരുന്നുണ്ട്. സ്വാഭാവിക മരണമായിരിക്കില്ല, കാമുകനും കാമുകിയുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുഞ്ഞുങ്ങളെ അവർക്ക് വളർത്താനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്നുള്ളൊരു ഇതായിരിക്കാം. അത് വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. ഈ 10 മാസം ചുമന്ന് പ്രസവിച്ച അമ്മയും അച്ഛനുമായതിനു ശേഷമല്ലല്ലോ ഇത്തരത്തിൽ കാണിക്കേണ്ടത്. ഇതിൻ്റെ നിജസ്ഥിതി നമുക്കറിയില്ല. ഈ സ്വാഭാവിക മരണമാണെങ്കിൽ കൂടി ആ കുട്ടിക്ക് വേണ്ടുന്ന ചികിത്സ കിട്ടാതെയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാതെയൊക്കെ ആയിരിക്കുമല്ലോ ഇത് സംഭവിച്ചത്. കാരണം ഒരു ഗർഭിണി ആയിരിക്കുന്ന സന്ദർഭം മൂലം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഇത് പുറത്തറിയിക്കേണ്ടുന്ന കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും തെറ്റ് തന്നെയാണ്. സ്വാഭാവിക മരണമായിരിക്കില്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു ആർക്കാണെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. എന്തായാലും അതിനി ചോദ്യം ചെയ്യലിലൂടെയൊക്കെ പുറത്തു വരും. എന്തായാലും ഭർത്താവാണ് ഇത്തരത്തിലുള്ള അസ്ഥികൂടം കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച, ഭർത്താവ് എന്ന് പറയാൻ പറ്റത്തില്ല, കാമുകൻ ആണ് അസ്ഥികൂടം കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഇത്തരത്തിൽ തന്നെയും കൊല്ലും എന്നുള്ള രീതിയിലാണ്, ഭയത്തോടെയാണ് കൊണ്ടുവന്ന് തരുന്നത്. ഈ കുട്ടികളുടെ അസ്ഥികൂടം എന്തിനാണ് കരുതി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കരുതി വെച്ചത് എന്നുള്ളത്. അത് ഈ കാമുകൻ തന്നെ പറഞ്ഞാണ് അത്തരത്തിൽ ചെയ്തത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറ? ആരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഇത് അറിഞ്ഞുകൊണ്ടാണോ? വീട്ടുകാർ ഇത് അറിഞ്ഞുകൊണ്ടാണോ? ഇവർ ഒരുമിച്ചാണോ താമസിച്ചിരുന്നത്? ഇങ്ങനെയൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കുറച്ച് മുമ്പ് കിട്ടിയ ഒരു വാർത്തയായതുകൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ സ്നേഹിച്ചോളൂ, പ്രണയിച്ചോളൂ. പക്ഷേ നിങ്ങൾക്കുരുവാകുന്ന ഒരു നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതിന് എന്തെല്ലാം പ്രിക്കോഷൻസ് ഉണ്ട്, ഇന്നത്തെ കാലത്ത് എന്തെല്ലാം പ്രിക്കോഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിരിക്കാം, ഇത്തരത്തിലുള്ള നീചമായ കൃത്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാവുക. നിങ്ങളുടെ ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ നഷ്ടമാക്കുന്നത് ഒരു ജീവനെയാണ്, നിങ്ങളുടെ തന്നെ ജീവൻ്റെ അംശത്തെയാണ്. ഇത്രയൊക്കെ ബോധം സമൂഹത്തിലെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ കുട്ടികൾക്ക് മുതൽ വളർത്തേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട്. ഒരു
കൊലയാളിയായി മാറാൻ ഒരമ്മയും ഒരു അച്ഛനും ഇടയാകാതിരിക്കുക എന്നുള്ളതാണ്. അതിന് ബോധവൽക്കരണം എന്നുള്ളൊരു സംഗതിയാണ് നടത്തേണ്ടുന്നത്. അതൊരു പക്ഷെ നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. കുറച്ചൊക്കെ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്നതൊക്കെ നന്നായിരിക്കും. ഇപ്പോൾ 21ാമത്തെ വയസ്സിലാണ് 21 വയസ്സാണ് ഇപ്പോൾ ഈ പെൺകുട്ടിക്കുള്ളത്. 26 വയസ്സ് കാമുകനുമുണ്ട്. അപ്പോൾ 21 വയസ്സാണ്. 24-ൽ ആദ്യത്തെ 2021-ൽ ഇത്തരത്തിൽ ഒരു കുട്ടി ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവിടെയും ഈ പറഞ്ഞതുപോലെ സംശയം ഉയർത്തുന്ന പല ചോദ്യങ്ങളുമുണ്ട്. കാരണം ഈ പെൺകുട്ടി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയാണോ, അത് തുടരെയുള്ള പീഡനമാണോ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഇത് കിട്ടിയത് എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരികയാണ്. അപ്പോൾ 21ാമത്തെ വയസ്സിൽ 2 ഡെലിവറിയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ ഏജിൽ തമ്മിലുള്ള വ്യത്യാസമാണോ എന്താണെന്നൊന്നും പുറത്ത് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രായപൂർത്തിയാവാത്ത സമയം മുതൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടി ഉണ്ടാവുകയും ഒക്കെ ചെയ്തതായിരിക്കാം. പക്ഷെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഒരു സ്ത്രീ എന്നുള്ള രീതി നമുക്കും പറ്റുന്നില്ല. ഏതായാലും ഇതൊരു വല്ലാത്ത ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് കേരളത്തിൽ നിന്ന് വരുന്നത്. ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള നവജാത ശിശുക്കളെ കൊണ്ടുവന്ന് കളയുന്നതും കുറ്റിക്കാട്ടിൽ ഉപേക്ഷിക്കുന്നതും കൊന്നു തള്ളുന്നതും ഒക്കെ ഇപ്പം അടുത്തടുത്ത കാലങ്ങളിലായിട്ട് ഇത് കൂടി വരുന്നു എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിന് വേണ്ടുന്നത് ഒന്ന് ആരോഗ്യ മേഖലയിൽ കുറച്ചുകൂടി കാര്യക്ഷമതയോടുകൂടി തൊട്ടടുത്ത ഈ ആശാപ്രവർത്തകർക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടെ അവർക്കൊക്കെ പണം വേണ്ടുന്ന രീതിയിൽ സാലറിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓരോ വീടുകളും കയറി ഇറങ്ങി ഗർഭിണിയാണോ, അപ്പോൾ ഓരോ ഇപ്പം സ്ത്രീകളായിരിക്കും പുറത്തോട്ട് ഇറങ്ങിയത്, അപ്പോൾ അവർക്ക് കാണുമ്പോൾ അറിയാം ഇത് ഗർഭിണിയാണോ അല്ലേ എന്നുള്ളത്. സംശയം ഉണ്ടെങ്കിൽ അവർക്ക് പോലീസിനെ അറിയിക്കുക, അല്ലെങ്കിൽ മുകളിലുള്ളവരെ അറിയിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഓരോ വീടുകളിലും കയറി ഇറങ്ങി പരിശോധിക്കുന്നതും അതേപോലെ തന്നെ കുടുംബങ്ങൾ തന്നെ സ്വന്തം മകളെ വിശ്വാസമായിരിക്കാം, മകനെ വിശ്വാസമായിരിക്കാം, അതൊക്കെ അച്ഛനും അമ്മയ്ക്കും നോക്കുന്നതൊക്കെ നന്നായിരിക്കും. അയൽവാസികൾ നമ്മൾ നമ്മളുടെ തിരക്കിൻ്റെ ഇടയിൽ അയൽപക്കത്തെ എങ്ങനെ നോക്കും എന്നുള്ളതല്ല, ജസ്റ്റ് എന്നും കാണുമ്പോൾ ഒരു ചിരിയോ അല്ലെങ്കിൽ ജസ്റ്റ് അവരെയൊക്കെ നോക്കുകയോ അല്ലെങ്കിൽ തലേന്ന് എന്തെങ്കിലുമൊക്കെ അനാവശ്യമായിട്ടുള്ള ബഹളങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ന് ചെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇന്നിപ്പോൾ ഫോൺ സൗകര്യമൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പോകുന്ന വഴിയിലൊന്ന് വിളിച്ച് ചോദിക്കുക എന്താണ് വിഷയം എന്നൊക്കെ അറിയുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു സമൂഹജീവിയാണ്. ആ സമൂഹജീവി എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഇതൊരു ബോധവൽക്കരണമാണ് ഇതിന് നടത്തേണ്ടതെന്ന് കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടെ ഇരിക്കുക. ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനിച്ച ഉടനെ കുഞ്ഞുങ്ങളെ ഈ പറയുന്ന തള്ളിക്കളയുന്നതും ഒക്കെ ഇപ്പോൾ കൂടി വരുന്നു എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ വരുന്ന മണിക്കൂറുകൾ നമുക്കറിയാൻ കഴിയും. പുതുക്കാട് വെള്ളിക്കുളങ്ങര സ്വദേശികളായ 26-കാരനും 21-കാരിയുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. എന്തായാലും കാമുകി തന്നിൽ നിന്നും അകലുന്നു എന്ന സംശയത്തെ തുടർന്നാണ് കാമുകൻ ഈ അസ്ഥിയുമായിട്ടൊക്കെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. യുവതി തന്നെയും കൊല്ലുമെന്ന ഭീതിയിലാണ് യുവാവ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് കൂടുതലൊന്നും പോലീസിന് വ്യക്തതയില്ല. ഇനി ഈ അസ്ഥികൾ കുഞ്ഞുങ്ങളുടേതാണോ എന്നുള്ളതും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വരുന്നത്. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും.